ഒന്ന് നിക്ക. പകൽ വിളിച്ചിട്ടില്ല, തിരുമുഖം ഒന്ന് കണ്ടോട്ടെ. പല്ലാവൂർ ദേവനാരായണപ്പുറവാൾ എങ്ങോട്ടാണാവും? വെറുതെ പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചു. അരക്കില്ലത്തിലേക്കാവും. അവിടെയാണല്ലോ സർവ്വതോന്യാസങ്ങളുടെ ആസ്ഥാന കേന്ദ്രം. വിൽക്കാൻ പോവുക ഞാനത് ഏതെങ്കിലും ഇറച്ചി വെട്ടുകാർക്ക് കിട്ടണ കാശിന്. പിന്നെ അവിടെ നിന്റെ കൂത്താട് നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണാലോ. ഇന്നൊരു വിശേഷം ഉണ്ട് ഇവിടെ, അറിയോ നിനക്ക്? എങ്ങനെ അറിയാനാ? ശരീരം ഭൂമിയിലും ആത്മാവ് പരലോകത്തായിട്ടല്ലേ സഞ്ചാരം. പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാൾക്ക് ഇന്ന് 60 വയസ്സ് തികയാ. അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക്. വിശേഷിച്ചാരോടും പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ നീ ഉണ്ടാവണം, മറക്കരുത്. ഒരാഗ്രഹം. വേണ്ട, എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തന്നു. 10 ലക്ഷം ഉറുപ്പ്യാവുന്നാ പറയണത്. എവിടുന്ന് പിരിച്ചുണ്ടാക്കും ഇത്രയും തുക? ആവുന്നിടത്തോളം പിരിക്ക. പിന്നെ സാംസ്കാരിക വകുപ്പിന്റെ സഹായം എന്തെങ്കിലും തേടാം. സാംസ്കാരിക വകുപ്പിന്റെ പിച്ചത്തട്ടിൽ കൈയിട്ട് വരണ്ട. പല്ലാവൂർ ഗ്രാമത്തിലൊരു കലാക്ഷേത്രം ഉണ്ടാക്കാൻ മനസ്സറിഞ്ഞ് തരുന്നവരുണ്ടെ തരട്ടെ, അത് മതി. ഇല്ലെങ്കിൽ എന്റെ പേരിൽ 4-5 അടി മണ്ണുണ്ടല്ലോ, അത് വിൽക്കും അത്ര തന്നെ. അച്യുതമാരെ, അറിയില്ലെങ്കിൽ നിങ്ങൾ അബദ്ധം പഠിപ്പിക്കരുത്. പഞ്ചാരിക്കൂറ് 1 അടിയും 2 വിരലും ചേർന്ന തിശ്രനട, ചമ്പക്കൂറ് 1 അടിയും 4 വിരലും ചേർന്ന ഖണ്ഡനട. കുട്ടികളെ പിഴപ്പിക്കരുത്. എന്നാ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. ആരാരെ മതി. കുട്ടികളൊക്കെ മറ്റന്നാൾ കഴിഞ്ഞ് വന്നോട്ടെ. എല്ലാവരും മറ്റന്നാൾ കഴിഞ്ഞ് വന്നോളൂ. പുറപ്പെട്ടോളൂ. ഇന്ന് എല്ലാവർക്കും ഊണ് പഠിപ്പരേന്ന്. ആ കുമാര, പോണ വഴിക്കൊരു മുണ്ട് ഷർട്ടും വാങ്ങണം അച്ഛന്. ശരി. ഈ സാമ്പാറും ചോറും പട്ടാപ്പകൽ എങ്ങനെയാ വെട്ടി ഒരുങ്ങന്റെ ദേവേട്ട? ഒരു 2 എണ്ണം പിടിപ്പിച്ചാലോ? പണക്കാണ്ടിരിക്കാൻ എന്റെ പുൽത്തയിലുണ്ടേ. വേണ്ട വാസുവേ, ഇന്നൊരു നല്ല ദിവസല്ലേ, നമുക്ക് വൈകുന്നേരം ആക്കാം. പുൽപ്പള്ളിക്കാരൻ സക്രിയ ഇങ്ങോട്ടിറങ്ങി കൊല്ലു ഞാൻ. എന്റെ മാതാവേ, ചെണ്ടപ്പോന് പിടിക്കുന്ന ആൾക്ക് എങ്ങനെ ഇത്ര കൈക്കരുത്? എന്നെ പോലെയുള്ളവന്റെ നെഞ്ചത്തിട്ട് കൊട്ടാൻ കളരിയും മെയ്യഭ്യാസം ഒക്കെ ഉണ്ട് ദേവനാരായണന്റെ കയ്യില്. അറിയോ നിനക്ക്? എവിടായിരുന്നു അത്രയും കളരി? എന്റെ ദേവേട്ട ഒന്നും പറയണ്ട, ഒരു കറക്കത്തിൽ പെട്ടുപോയി. പിന്നെ മസന കൂടി ബെസ്റ്റ് മാനർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പാകർ ഇന്ന് പറ്റില്ല. അച്ഛന് ഷഷ്ടിപൂർത്തി വീട്ടിൽ പോകണം. അത് പറ്റില്ല. ഷഷ്ടിപൂർത്തിയും പള്ളി പെരുന്നാളൊക്കെ പെണ്ണുങ്ങൾക്കും കിളമാർക്കും പറഞ്ഞു. ശരിയാവില്ല, ശരിയാവില്ലടാ, ശരിയാവില്ല. ഞാനില്ല. ഞാൻ അറിയിക്കാം. കളഞ്ഞല്ലോടാ. ദേവേട്ടനെ നശിപ്പിക്കാനായിട്ട് ഓരോ കണ്ടാമൃഗങ്ങൾ ഇറങ്ങിക്കോളും. അച്ഛാ, വണ്ടി വെയിറ്റ് ചെയ്യാൻ പറയണം. വേണ്ട, നടക്കം ബസ്സിലാക്കാം. എന്തിനാ ഇല്ലാത്ത കാശ് കളയണേ? ശരി. മോളെ വസന്തരെ, അച്ഛനും അമ്മയൊക്കെ എത്തിയിരിക്കണോ? മോള് കാത്തിരിക്കയായിരുന്നു. കുടിക്കാനുണ്ടായിട്ടുണ്ട്. ഇപ്പോഴൊന്നും വേണ്ട മോളെ, എന്നാലോ കാര്യായിട്ട്. രാവുണ്ണിയാർക്കറിയോ? മാന്നൂരുന്ന നമ്മുടെ വസുന്ധരയുടെ വീട്ടിൽ നിന്ന് ശങ്കര പൊതുവാള്. ശ്രീമതിയമ്മേ, ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പണ്ടാരോ പറഞ്ഞതുപോലെ അടിച്ചു വാരിയിട്ട മുറ്റം വെടിപ്പുകേടാക്കാൻ ഒരു പൈതലിനെ തരണേന്ന്. മൂത്തരിച്ചിട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ കുട്ടികള്. ഒക്കെ തന്നോളും ഗുരുവായൂരപ്പൻ. ആ നീ ഒളിച്ചു വെക്കൊന്നും വേണ്ട. അറിഞ്ഞു ഞാൻ. ദേശമംഗലത്തുനിന്ന് നിനക്ക് വന്ന ആലോചന. എന്തേ ആളെ
അവളെ ഇഷ്ടായില്ലേ നിനക്ക്? കരച്ചിട്ടാ, പൊക്കവും ഇല്ല. നിറവും പൊക്കവും ഒന്നുമല്ല എന്റെ കുട്ടിയെ കാര്യം, സ്വഭാവ ഗുണ. അതുണ്ടെങ്കിൽ മനസ്സമാധാനം താനേ വന്നോളും. ദൈവത്തിനോട് അതിന് മാത്രം പ്രാർത്ഥിക്കുക. ഇവിടത്തെ കാര്യം എങ്ങനെയുണ്ട്? കൊടിയുണ്ടോ പണ്ടത്തെ പോലെ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ആണുങ്ങളായാല് ഇത്തിരി അതൊക്കെ ഉണ്ടാവൂലോ. ഓരോ കഥകൾ അവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് ദേവേട്ടനെ പറ്റി. കുടിച്ചൊടുതന് പോലും ഇല്ലാണ്ടെന്ന് തായമ്പോ കൊട്ടിന്നോ കല്ലുണ്ടാക്കിന്നൊക്കെ. അതൊക്കെ മനസ്സിൽ കന്മഷമുള്ളവര് പറഞ്ഞുണ്ടാക്കണ കഥകളാ മോളെ, വിശ്വസിക്കണ്ട. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവ ദേവേട്ടൻ. ഇറച്ചിയിൽ നല്ലോണം എരിവ് കയറണം, അല്ലെങ്കിൽ ദേവേട്ടൻ കഴിക്കാൻ. അതെനിക്കറിയാൻ മേലായോ? ഒരു കാര്യം ചോദിച്ചാ ഉള്ളത് പറയും. അവനെ സൂപ്പിച്ചിട്ട് നിനക്കെന്നതാ കാര്യം? പുൽപ്പള്ളി പെരുന്നാളിന് തായമ്പ് പൊട്ടിക്കാൻ. ഈ മാണിച്ചാനൊരു മണ്ടനാ. തായമ്പക്കാരനാന്ന് വെച്ചാൽ അങ്ങനെ എഴുതിത്തള്ളിയൊന്നും വേണ്ട മാണിച്ചാനയാളെ. നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ മുട്ടില്ലാതെ നടന്നു വന്ന അയാളുടെ പേര് ഉപയോഗിച്ചിട്ടാ അങ്ങോട്ട് മാറും. നല്ല മാലാഹമാരെ പോലുള്ള പെമ്പിള്ളാരില്ലേ പുള്ളിയുടെ പരിധിയിൽ? അത്തരം സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ കേട്ടത്. എന്റെ പിലിപ്പോസെ അയാൾക്കില്ല, പക്ഷെ നമുക്കുണ്ടല്ലോ. ഈ കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞ വായിക്ക് കൊള്ളത്തില്ലെങ്കിലും അവന്മാരെ സൂചിപ്പിച്ചോണ്ട് നടന്നാ നമുക്കും വെട്ടാലോ. നല്ല സ്വയം റബ്ബർ വാചകം അടിക്കാൻ കൊള്ളാം. ഇവിടെ വന്നിട്ടൊന്ന് സൽക്കരിച്ചോ നീ ഞങ്ങളെ? മാണിച്ച ഒന്ന് ക്ഷമി, അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പരീക്ഷണ ഏറ്റെടോ സക്രിയ സകല ഒരു ഞാൻ പോവാ. അയ്യോ, അപ്പൊ മാനർച്ചി മാനർച്ചി മൈലർച്ചി ഒന്നും വേണ്ട. ഇന്ന് അച്ഛന്റെ ഷഷ്ടിപൂർത്തിയാ, ഞാൻ പോണു. അല്ല. അതെ, ഒന്ന് വരൂ. ഊണ് വിളമ്പാം. വന്നില്ലല്ലോ. എല്ലാരും വിശന്നിരിക്കല്ലേ? ചങ്ങരപ്പുറവാളെ, നമുക്ക് അങ്ങോട്ട് ഉണ്ണാം. അപ്പൊ ദേവൻ അവൻ എവിടെങ്കിലും പോയി പെട്ടിട്ടുണ്ടാവും. കല്യാണത്തിന് താലി കെട്ടണ നേരത്തെ മുങ്ങിയ ആളല്ലേ? തെരഞ്ഞു പിടിച്ച കല്ല് ഷാപ്പിന്ന് പൊക്കിയെടുത്തുകൊണ്ടൊന്നല്ലേ ചടങ്ങ് നടത്തിയത്? ആ, ജന്മശത്രുക്കളാ പുത്രന്മാരായി ജനിക്കാന്ന് പണ്ടാരോ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ഇപ്പൊ സത്യായി. വരിക, എല്ലാരും വരിക. മോനെ, ഇപ്പൊ നമ്മളെ കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കോ കള്ളുകൂടിയന്മാരാണെന്ന്? എവിടെ അച്ഛനന്മാര് റോട്ടി കയറുന്നോണ്ട് അങ്ങനെ തെറ്ററിയാൻ വഴിയില്ല. ദേവട്ടൻ ധൈര്യമായിട്ട് കയറണോ? ഞാനില്ല കൂടെ. വെയിലോ തന്നിലാവോ? മോഴും വെള്ളം കിട്ടിയാ പറയാ. നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും അങ്ങനെയല്ല. ആരോടെ നിങ്ങളോടൊക്കെ ഇന്ന് പണിക്ക് വരാൻ? ഞാള് തമ്പ്ര. പേടിക്കണ്ട, ഇന്ന് പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ ഷഷ്ടിപൂർത്തിയാ. അതായത് നിങ്ങളുടെയൊക്കെ ജന്മിയായ വലിയ പൊതുവാളിന്റെ 60-ാം പിറന്നാൾ. അതറിയോ നിനക്ക്? വലിയ വലിയ കാര്യങ്ങൾ ഞാൻ എങ്ങനെ അറിയാൻ ചെറിയാൻ ഇപ്പൊ അറിഞ്ഞല്ലോ. ഓ, അത് മതി. മാസേ, പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ പിറന്നാളിന് പാടത്തെ പണിക്കാർക്ക് എങ്കിലും അവധി കൊടുക്കണ്ടേ? അല്ലെ എന്റെ ന്യായം? ലീവ് മാത്രല്ല കലാപരിപാടികളും വേണം. എല്ലാം കൂട്ടി അങ്ങോട്ട് കൊഴിപ്പിക്കാൻ എല്ലാരും വരിക. പോയി കള്ളുമായി എന്നിട്ട് എന്റെ പെണ്ണൊരു ടിക്കറ്റ് 2 ചവിട്ട് കൊടുക്കും. മുഴുവൻ തീർക്കാൻ വെച്ചാ നീ കള്ളു കുടിക്കോ? കുറുമ്പിയമ്മേ, തീർന്നല്ലോ എന്റെ കാശ്. ഇരിക്കട്ടെ കുറുമ്പിയമ്മയ്ക്ക്. വേണ്ട ചെറിയമ്പ്ര, അങ്ങനെ പറയരുത്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ മുണ്ടും തുമ്പും പിടിച്ച് ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഒരുപാട് പാട്ട് പാടി തന്നിട്ടുണ്ട് പൊന്ന കുറുമ്പിയമ്മല്ലേ. ഓർമ്മ ഉണ്ടോ കുറുമ്പിയമ്മയ്ക്ക് ആ പാട്ട്? കുറുമ്പയ്ക്ക് പാടാൻ തവലം കിട്ടാനൊക്കെ വേണോ? ഒന്ന് പാടന്റെ മുത്ത് കുറുമ്പിയമ്മല്ലേ. ഓർമ്മ വരുന്നില്ല അമ്പ്രാൻകുട്ടി. എന്റെ അമ്പ്രാൻകുട്ടി ഒന്ന് പാടിയേ, കുറുമ്പിയമ്മ ഒന്ന് കേക്കട്ടെ. ഇപ്പൊ ഞാൻ പാടിയേ ശരിയല്ല. പാടമ്പ്രാൻകുട്ടി, ശരിയാവും.
വല്ലാവൂർ പടിപ്പരയിൽ ആഘോഷം ഇല്ലാത്തോണ്ട് ശ്രീകണ്ഠ പൊതുവാളിന്റെ ഷഷ്ടിപൂർത്തി ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങോട്ട് ആഘോഷിച്ചു. എടാ വിരോധമുണ്ടോ? എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ? വേണ്ട, ഉപദേശിക്കണമെന്നില്ല. ആ ശങ്കര പൊതുവാളിന് വിവരണ്ട്. എന്റെ അമ്മായിയപ്പനായതിനു ശേഷം എനിക്ക് ലജ്ജ തോന്നുന്നു മുമ്പിൽ നിൽക്കാൻ. അയ്യോ ഉടുമുണ്ടില്ലേ അളിയാ എന്റെ ദേഹത്ത്? ആ ഉണ്ടല്ലോ. ഓ, ഈ കാണുന്ന പാടത്തോടും പഠിപ്പിലേക്കൊക്കെ മേലെ ഒരു ഈശ്വരനുണ്ടെന്ന് മറക്കണ്ട. കർമ്മഫലം അനുഭവിക്കാണ്ടിരിക്കില്ലേ നീ? ഓ ആ മോനെ. അവിടെ ആരും ഇല്ലേ? അവിടെ ആരും ഇല്ലെന്ന് ഷഷ്ടിപൂർത്തിയാണെന്ന കാര്യം മറന്നല്ലേ? എന്റെ അപ്പവേ, ഇതെന്താ പറ്റിയത്? എവിടെയെങ്കിലും വീണോ നീ? ഇതൊന്നും പറ്റിയിട്ടില്ല. നാറണു. അപ്പോ ഇന്നെങ്കിലും നിനക്കിതൊന്നും ഒഴിവാക്കാറുന്നില്ലേ? അച്ഛനോട് സമ്മതിച്ചല്ലേ ഉണ്ണാൻ വരാന്ന്? ഇരുന്ന് ഞാൻ പക്ഷെ വഴിയിൽ വിട്ടുപോയി. അറിയോ നിനക്ക്? വസുന്ധരയുടെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നിരുന്നു. കാത്തിരുന്നു ഇത്ര നേരം. വിശിഷ്ടാതിഥികളെ പാടത്ത് വെച്ച് ഞാൻ കണ്ടു. എന്നെ കുറെ ഉപദേശിച്ചു, ശപിച്ചു. ഉളുപ്പും മാനവും ഉള്ളവർക്കല്ലേ ഉപദേശവും ശാപവും ഒക്കെ ഏൽക്കൂ. ക്ഷമിക്കണം എന്നോട്. മോഹം ഉണ്ടായിരുന്നു അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഒരുപിടി വറ്റുവാരും ഉണ്ടണമെന്ന്. ഈശ്വരന്മാര് സമ്മതിച്ചില്ല. ഇത് സ്വീകരിക്കണം. പ്രാണനെ പോലെ കെട്ടിപ്പറഞ്ഞുകൊണ്ട് വന്നതാ. ഭാഗീരഥി, ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. എന്നെ തെക്കോട്ട് എടുക്കുമ്പോ ഇവൻ സ്ഥലത്തില്ലാച്ച എന്റെ മുഖത്ത് മൂടാലോ.